സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ അനുഗ്രഹത്തോടെ മാർഗദർശക് മണ്ഡലം കേരള ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ധർമ്മസന്ദേശ യാത്രയ്ക്ക് മാതാ അമൃതാനന്ദമയി മഠം ഹൃദ്യമായ ആദരവ് നൽകി. മഠത്തിലെ മുതിർന്ന സന്യാസിനിമാരും ബ്രഹ്മചാരികളും ബ്രഹ്മചാരിണികളും ചേർന്ന് ധർമ്മസന്ദേശ യാത്രയിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ സ്വീകരിച്ചു. തുടർന്ന് മഠത്തിന്റെ ആതിഥ്യം സ്വീകരിച്ചായിരുന്നു സന്യാസ സമൂഹം മടങ്ങിയത്. വിവിധ ഹൈന്ദവ കൂട്ടായ്മകളുടെ നേതൃനിരയിലുള്ള സന്യാസിനിമാരാണ് ധർമ്മസന്ദേശ യാത്രയുടെ കൊല്ലം ജില്ലയിലെ പര്യടനത്തിന്റെ ഭാഗമായി അമൃതപുരിയിലെത്തിയത്. ആശ്രമത്തിലെത്തിയ സന്യാസി ശ്രേഷ്ഠരെ പാദുക പൂജ നടത്തി തുളസിമാല അണിയിച്ചായിരുന്നു മഠം സ്വീകരിച്ചത്. മൂല്യച്യുതിക്കും അധാർമികതയ്ക്കുമെതിരെ മാർഗദർശക മണ്ഡലത്തിന്റെ നേതൃത്വത്തിലാണ് സന്യാസി ശ്രേഷ്ഠൻ നയിക്കുന്ന ധർമ്മസന്ദേശ യാത്ര നടന്നുവരുന്നത്. ഒക്ടോബർ 6-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച ധർമ്മസന്ദേശ യാത്രയ്ക്ക് മാർഗദർശക മണ്ഡലത്തിന്റെ സംസ്ഥാന അധ്യക്ഷനും കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതിയുമായ ചിദാനന്ദപുരി സ്വാമിയാണ് നേതൃത്വം നൽകുന്നത്. നന്മയുടെയും സനാതനധർമ്മത്തിന്റെയും ഏകതയുടെയും കരുത്തിന്റെ സന്ദേശമാണ് ഈ യാത്ര പകർന്നു നൽകുന്ന വെളിച്ചമെന്ന് സ്വാമി ചിദാനന്ദപുരി പറഞ്ഞു. ഹിന്ദു സമൂഹം രാഷ്ട്രീയത്തിന്റെ പേരിൽ ഭിന്നിച്ചു നിൽക്കുകയല്ല വേണ്ടതെന്നും ഞാനും നീയുമല്ല നമ്മളാണ് ഉണ്ടാകേണ്ടതെന്നും സ്വാമി ഓർമ്മിപ്പിച്ചു. സാമുദായികമായ ഭിന്നതകൾ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിക്കപ്പെടുന്നത് ഇതൊന്നും ചർച്ചാ വിഷയമാക്കാതെ ഇതിനെയൊക്കെ പരിഹരിക്കാനുള്ള ഏകതയുടെ സന്ദേശം, കരുത്തിൻ്റെ സന്ദേശം, നമ്മുടെ ഗൃഹങ്ങളിൽ ആചരണം വേണം എന്നുള്ള സന്ദേശം, ഭാരതത്തിൻ്റെ ശരിയായ വേദത്തിലേക്ക് തിരിച്ചു പോകാനുള്ള സന്ദേശം അത് നൽകിക്കൊണ്ടാണ് ഈ ധർമ്മസന്ദേശ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി മുഖ്യ രക്ഷാധികാരിയായുള്ള ധർമ്മസന്ദേശ യാത്ര 13 ജില്ലകളിലും പര്യടനം പൂർത്തിയാക്കിയതോടെ തിരുവനന്തപുരത്ത് സമാപിക്കും. കേരളീയ ഹിന്ദു സമൂഹത്തെ അതിന്റെ തനിമയിലേക്കും ശക്തിയിലേക്കും ഉണർത്തുന്നതിനായി എല്ലാ ഹൈന്ദവ സംഘടനകളിലെയും പ്രതിനിധികളുടെ നേതൃത്വത്തിലാണ് ധർമ്മസന്ദേശ യാത്ര. അമൃതപുരിയിലെ സന്യാസി സമൂഹത്തിനൊപ്പം ഏറെ നേരം ചിലവഴിച്ച് ആശയങ്ങൾ പങ്കുവച്ച ശേഷമായിരുന്നു ധർമ്മസന്ദേശ യാത്രയിലെ സന്യാസി ശ്രേഷ്ഠർ മടങ്ങിയത്. അമൃത ന്യൂസ്, കൊല്ലം.